ഹലോ, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. പുഷ്പയുടെ ഒഫീഷ്യൽ കളക്ഷൻ പുറത്തു വരുമ്പോൾ 829 കോടിയോളമാണ് സിനിമ 4 ദിവസം കൊണ്ട് നേടിയിരിക്കുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പുഷ്പ തിങ്കളാഴ്ചയും ഗംഭീര കളക്ഷനായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എന്നാലും ഹിന്ദിയിൽ സിനിമ സ്ട്രോങ് ഒരു ഏരിയയായി കണ്ടിരിക്കുന്നു. ഏകദേശം 300 കോടിയോളമാണ് 4 ദിവസം കൊണ്ട് നേടിയിരിക്കുന്നത്. ഇന്നും 50 കോടിക്കടുത്ത് തന്നെയായിരിക്കാം ഹിന്ദി ബെൽറ്റിൽ നിന്ന് സിനിമയ്ക്ക് വരുന്നത്. കേരളം ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും മികച്ച പ്രകടനമാണ് സിനിമയ്ക്ക് കാഴ്ചവെക്കാൻ കഴിയുന്നത്. മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമയാണ് ദളപതി ആയി എത്തുന്നത്. അതായത് ദളപതി രജനീകാന്തും മമ്മൂട്ടിയും ഒരുമിച്ച് അഭിനയിച്ച 34 വർഷങ്ങൾക്ക് മുമ്പുള്ള ചിത്രം 4Kയിൽ റീമാസ്റ്റർ ചെയ്യുമ്പോൾ കേരളത്തിൽ 60ഓളം തിയേറ്ററുകളാണ് സിനിമ റിലീസിനെത്തുന്നതെന്നാണ് പുറത്ത് വരുന്ന റിപ്പോർട്ടുകൾ. തമിഴ് പതിപ്പ് മാത്രമാണ് വരാൻ പോകുന്നത്. രജനീകാന്തിൻ്റെ ഏറ്റവും പ്രമുഖമായ ഏറ്റവും പ്രശസ്തമായ ചിത്രമാണ്. ഇവരുടെ രണ്ടുപേരുടെയും കൂടെ കെമിസ്ട്രി ഒട്ടുമിക്ക താരങ്ങളിലും മലയാളത്തിൽ ഒന്നുള്ള അല്ലെങ്കിൽ മലയാളികൾക്ക് സുപരിചിതമായ താരങ്ങളുമാണ്. ഇളയരാജ ആണ് ഇതിൻ്റെ മ്യൂസിക് എല്ലാം ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ മണിരത്നത്തിൻ്റെ സംവിധാനത്തിൽ വന്ന ചിത്രമാണ്. അന്ന് ഒരു ഇൻഡസ്ട്രി ഹിറ്റ് ലെവലിലെത്തിയ ചിത്രം വീണ്ടും റിലീസിനെത്തുമ്പോൾ അത് ഒരു കാഴ്ചയായി തന്നെ മാറുകയാണ്. വേറൊന്നുമല്ല, തമിഴ്നാട്ടിൽ ഗംഭീരമായിട്ടുള്ള തിയേറ്റർ ചാർട്ടിംഗ് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. മോഹൻലാൽ നായകനെ എത്തുന്ന ബറോസ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. UK ബുക്കിംഗ് ആണ് കാര്യങ്ങൾ പുറത്ത് വരുന്നത്. അടുത്ത ആഴ്ചയോടുകൂടി UK ബുക്കിംഗ് തുടങ്ങും. വൈഡ് റിലീസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ആശീർവാദ് സിനിമാസിൽ നിന്നുള്ള ഡീറ്റെയിൽ പുറത്ത് വന്നിരിക്കുന്നത്. എന്തായാലും 3Dയിൽ മാത്രമാണ് UK സിനിമ റിലീസ് ചെയ്യുന്നത്. ഒരു ഇൻ്റർനാഷണൽ സ്റ്റഫായിട്ട് തന്നെയാണ് സിനിമ പുറത്തേക്ക് വരികയും ചെയ്യുന്നത്. എന്തായാലും അടുത്ത ആഴ്ച മുതൽ സിനിമയ്ക്ക് ഗംഭീര ബുക്കിംഗ് ആണ് പ്രതീക്ഷിക്കുന്നത്. എവിടെ പുഷ്പ നിർത്തിയോ അവിടെ നിന്ന് ബറോസ് തുടങ്ങും എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണുന്നത്. ദുൽഖറിൻ്റെ ലക്കി ഭാസ്കർ 40 ദിനങ്ങൾ പിന്നിടുകയാണ്. ഏകദേശം 30 ദിവസങ്ങൾ അല്ലെങ്കിൽ 27 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ സിനിമ OTTയിലേക്ക് പോയതാണ്. അവിടെ നിന്നും സിനിമയ്ക്ക് മികച്ച ഒരു ബുക്കിംഗ് തിയേറ്ററുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഓരോ ദിവസവും സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള ബുക്കിംഗ് തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എടുത്തു പറയാനുള്ളത് ശനി ഞായർ ദിനങ്ങളിലാണ്. ശനി ഞായർ ദിനങ്ങളിൽ ഏറ്റവും കൂടുതൽ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് കേരളവും തമിഴ്നാട്ടിൽ നിന്നുമാണ്. തമിഴ്നാട്ടിൽ നിന്ന് റെക്കോർഡ് കളക്ഷനാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. ഒരു റിലീസ് ചിത്രത്തിന് ഒരു OTTയിൽ പോയി വരുന്ന ചിത്രത്തിന് കിട്ടുന്ന ഏറ്റവും മികച്ച ഒരു ഓപ്പണിംഗ് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെയാണ് ജനങ്ങൾ ഇതിനെ കാണുന്നത്. കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് ഞായറാഴ്ച നേടിയത് 1.5 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. വെറും 4 ഷോകളിൽ നിന്നാണ് സിനിമയ്ക്ക് ഇത്രത്തോളം കളക്ഷൻ വന്നത്. അതും മികച്ച ഒക്യുപ്പൻസിയോട് കൂടി തന്നെ. തമിഴ്നാട്ടിൽ ഇന്നലെ ബുക്കിംഗ് ആയിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ചെന്നൈയിൽ മാത്രം 40ഓളം ഷോകൾ ഓൾമോസ്റ്റ് ഫുള്ളിൽ, അതിൽ ഒട്ടുമിക്ക ഷോകളും ഹൗസ്ഫുള്ളുമായിരുന്നു. അതുപോലെ തന്നെ കോയമ്പത്തൂരിലും മികച്ച രീതിയിലുള്ള ബുക്കിംഗ് ആണ് സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. അത് ശനി ഞായർ ദിനങ്ങളിൽ അമ്മാതിരി ഉള്ള കളക്ഷനായിരുന്നു. 2 ദിവസങ്ങൾ കൊണ്ട് സിനിമയ്ക്ക് 45 ലക്ഷത്തോളം രൂപയാണ് കളക്ഷൻ വന്നത്. അതായത് OTTയിൽ റിലീസ് ചെയ്തതിന് ശേഷം സിനിമയ്ക്ക് വരുന്ന കളക്ഷനാണ് എടുത്തു പറയാനുള്ളത്. ഇന്നലെ മാത്രം സിനിമയ്ക്ക് 25 ലക്ഷത്തോളം രൂപയാണ് വന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. 111 കോടിയാണ് ഫൈനലായിട്ട് അണിയറ പ്രവർത്തകർ ഇതിൻ്റെ കളക്ഷൻ വിട്ടെങ്കിൽ സിനിമ 130 കോടിയിലേക്ക് ടച്ച് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ അനലിസ്റ്റുകൾ പറയുന്നത്. കേരളത്തിൽ നിന്ന് 25 കോടി കടന്നു എന്നുള്ള വാർത്തയും വരുന്നു. തമിഴ്നാട്ടിൽ നിന്നും സിനിമ 25 കോടിക്ക് മുകളിലേക്ക് നേടിയിരിക്കുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയാസ്.